കാമത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ബൈബിൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഹൃദയങ്ങളെ ദുഷിക്കാനും വ്യക്തികളെ ദൈവത്തിൽ നിന്നും അകറ്റാനുമുള്ള അതിന്റെ ശക്തി ഊന്നിപ്പറയുന്നു. ആധുനിക യുഗത്തിൽ താരതമ്യേന പ്രലോഭനത്തിനും ആഹ്ലാദത്തിനും അത്ഭുതപൂർവമായ ഒരു പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഈ പോരാട്ടത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. മത്തായി 5:28 ഇപ്രകാരം പറയുന്നു: എന്നാൽ ഒരു സ്ത്രീയെ കാമവികാരത്തോടെ നോക്കുന്ന ഏവനും തന്റെ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തിരിക്കുന്നു എന്ന്. ഈ തിരുവെഴുത്ത് അനിയന്ത്രിതമായ ആഗ്രഹങ്ങളുടെ ഗൗരവം എടുത്തുകാട്ടുന്നു. സോഷ്യൽ മീഡിയ പലപ്പോഴും ചിത്രങ്ങളും വീഡിയോകളും ഉള്ളടക്കം ഉപയോഗിച്ച് ഉപയോക്താക്കളെ മയക്കെടുക്കുന്നത് കാമചിന്തകളെ ഉണർത്താൻ കഴിയും. ഇത് മനസ്സിനെയും ഹൃദയത്തെയും തുടർച്ചയായി പരീക്ഷിക്കുന്ന ഒരു ആത്മീയ യുദ്ധക്കളമായി മാറ്റുന്നു. സദൃശവാക്യം 4:23 പറയുന്നത് വിശ്വാസികളെ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയത്തെ എല്ലാ ഉത്സാഹത്തോടും കാത്തുസൂക്ഷിക്കുക, അതിൽ നിന്നാണ് ജീവിതത്തിന്റെ ഉറവുകൾ ഒഴുകുന്നത്. സോഷ്യൽ മീഡിയയുടെ അൽഗോരിതങ്ങളെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അടിക്കടി താല്പര്യങ്ങളെ ആകർഷിക്കുന്ന ഉള്ളടക്കത്തിന് മുൻഗണന നൽകുന്നു. ഇത് പ്രലോഭനത്തിന്റെ ഒരു ചക്രം സൃഷ്ടിക്കുന്നു. അത് ശ്രദ്ധ തിരിക്കുക മാത്രമല്ല, വ്യക്തികളെ ക്ഷണികമായ ആനന്ദങ്ങൾക്കും അടിമപ്പെടുത്തുകയും ചെയ്യുന്നു. ജഡത്തിന്റെ മോഹത്തിനപ്പുറം സോഷ്യൽ മീഡിയ അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം എന്നിവയെ വളർത്തുന്നു. കാമത്തിന്റെ ആത്മാവുമായി ആഴത്തിൽ ഇഴചേർന്ന ഘടകങ്ങൾ ഉപയോക്താക്കൾ മറ്റുള്ളവരെ ക്രൂറേറ്റഡ് ജീവിതമായി നിരന്തരം താരതമ്യപ്പെടുത്തുമ്പോൾ അവർ തങ്ങളുടെ കുറവുകൾക്കായി ഒരു വാഞ്ച വളർത്തിയേക്കാം. അത് അതൃപ്തിയിലേക്കും ആത്മീയ ശൂന്യതയിലേക്കും നയിച്ചേക്കാം. ബൈബിൾ പ്രത്യാശയും ഈ വെല്ലുവിളികളിൽ വിജയത്തിലേക്കുള്ള പാതയും വാഗ്ദാനം ചെയ്യുന്നു. ഗലാത്യർ 5:16 പഠിപ്പിക്കുന്നത്: ആത്മാവിനെ അനുസരിച്ച് നടക്കുക, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുകയില്ല. പ്രാർത്ഥനയിലും തിരുവെഴുത്തുകളിലും ഉത്തരവാദിത്തത്തിലും നമ്മെ തന്നെ നിലനിർത്തുന്നതിലൂടെ വിശ്വാസികൾക്ക് സോഷ്യൽ മീഡിയയുടെ ഇരുണ്ട വശങ്ങളെ ചെറുക്കാൻ കഴിയും. ജ്ഞാനത്തോടെ സമീപിക്കുകയും അതിരുകൾ നിശ്ചയിക്കുകയും പ്രോത്സാഹിപ്പിക്കുന്നതിന്, ബന്ധിപ്പിക്കുന്നതിനും ദൈവസ്നേഹം പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കേണ്ടത് പ്രാധാന്യമാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ കാമത്തിന്റെ ആത്മാവിന് പകരം ശുദ്ധിയുടെ ഉദ്ദേശത്തിന്റെ ആത്മാവ് ദൈവഹിതവുമായി യോജിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം.